ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷോപ്പിൽ പോയിട്ട് ഒരു സാരിയല്ല 2 സാരി ബ്ലൗസ് അടിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്ലൗസൊക്കെ വെട്ടിയെടുത്തിട്ട് തയ്ക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വാണിയംകുളത്ത് മാരിയമ്മൽ പൂജ ആണ്. അപ്പോൾ അവിടെ സദ്യയൊക്കെ ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അതിനും പോകണം. പിന്നെ ബ്ലൗസൊക്കെ വേഗം അടിക്കും വേണം. അപ്പോൾ അത് ലൈനിങ്ങൊക്കെ വാങ്ങിയിട്ട് വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്ലൗസിൻ്റെ ഇതൊക്കെ മുറിച്ചെടുത്ത് അതൊക്കെ മടക്കി വെച്ച് ലൈനിങ് മേടിക്കാൻ പോയി. എന്നിട്ട് അവിടെ തന്നെയാണ് കടയിൽ ഇരുന്നിട്ട് തന്നെ കേട്ടോ ഞാൻ വെട്ടിയതൊക്കെ. മേശയിൽ ചെറിയൊരു മേശ തന്നെയാണ്. അപ്പോൾ അതൊന്ന് വെച്ചിട്ടാണ് ഞാൻ വെട്ടിയത്. അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ തുണികളൊക്കെ അധികം വെട്ടാറ്. അപ്പോൾ ഇത് അത്യാവശ്യമായ കാരണം ഞാൻ വേഗം അടിക്കുകയാണ്. അങ്ങനെ ഒരു 12:30 ആകുമ്പോഴേക്കും ബ്ലൗസൊക്കെ അടിക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് എന്നിട്ട് ഊണ് കഴിക്കാൻ പോയി. നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ നാളെ ഇടാം കേട്ടോ. അതിൻ്റെ ഫോട്ടോസുകളും വീഡിയോ ഒക്കെ ഉണ്ട് കുറച്ച് ഭാഗം. അപ്പോൾ മാരിയമ്മൽ പൂജ അവിടെ, അപ്പോൾ അവിടെ പോയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു 3:30 ആയപ്പോഴാണ് ചായക്ക് എന്തെങ്കിലും കടിയൊക്കെ വാങ്ങാൻ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോയി. അവിടെ പൊക്കവട, ഉഴുന്നുവട, പരിപ്പ് വട, അതുപോലെ പഴംപൊരി, കായബജി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചായ ഉണ്ട്. ചായ നമുക്ക് കൊണ്ടുപോകാൻ വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവറിലൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായക്ക് കടിയൊക്കെ വാങ്ങി വീട്ടിൽ അച്ഛനും ബിജുവേട്ടനും മോനൊക്കെ കൊടുത്തു, ചായയൊക്കെ കൊടുത്തു. പിന്നെ അവസാനം ഞാൻ കുറച്ചുണ്ടായിരുന്നു, കുറച്ചല്ല ടൈലുണ്ട് സംഭവം. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ കുടിച്ചു. ഇനി പുഴയിലേക്കൊന്ന് പോകണം. കുറേ തിരുമ്പാണ്ട്. കുറേ പറഞ്ഞാൽ കല്യാണത്തിന് പോയപ്പോൾ 2 ദിവസം തിരുമ്പാൻ പറ്റിയില്ല. 2 ദിവസമല്ല കേട്ടോ, 2 ദിവസം തന്നെ തിരുമ്പാൻ പറ്റിയില്ല. അങ്ങനെ കുറേ തിരുമ്പാണ്ടായിരുന്നു, 2 ബക്കറ്റ് തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ ബിജുവേട്ടനും കൂട്ടി. രാത്രി സമയം 7:45 7:30 തിരുമ്പലൊക്കെ കഴിഞ്ഞ് പുഴയിൽ നിന്ന് വരുമ്പോൾ 7:30 ആയിട്ടുണ്ട്. തിരുമ്പലൊക്കെ ഉരുപ്പിടിയിലൊക്കെ ഞാൻ കഴിഞ്ഞു. വിജയേട്ട അവിടെ ഇങ്ങനെ മണലിൽ അവിടെ പോയിരുന്നു ഫോണിലൊക്കെ നോക്കിയിട്ട്. അപ്പോഴേക്കും ഞാൻ വേഗം തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ഉരുപ്പിഴിഞ്ഞ് വെച്ചു കേട്ടോ. ആ തുണികളുടെ വെള്ളമൊക്കെ ഇങ്ങനെ കുറേ വാർന്നു. ഇതൊക്കെ ഏറ്റി കൊണ്ടുപോകണ്ടേ, അതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെ കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ. രാത്രി ആയത് കാരണം അധികമൊന്നും കാണാനില്ല അല്ലേ. ഇരുട്ടാണ് കേട്ടോ, നല്ല ഇരുട്ടാണ്. അപ്പോൾ കുറച്ച് ഭാഗം കാണിച്ചു തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും കമൻറ്റ് ചെയ്ത ആൾക്കാർക്കും പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ ചിലവരൊക്കെ എന്നോട് പറയാറുണ്ട് ഹലോ കൂട്ടുകാരെ എന്നാണ് വിളിക്കാറ് ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ എനിക്ക് ചിരി വരാറുണ്ട് ഹലോ കൂട്ടുകാരെ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി മാറ്റിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ വിചാരിച്ചു എന്നും എല്ലാ വീഡിയോയിലും ഹലോ കൂട്ടുകാരെ എന്ന് പറയുമ്പോൾ. പക്ഷെ അതാണ് ആദ്യം വരണത്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ 2 പാത്രത്തിലാക്കി. ഒന്ന് വിജയേട്ടൻ്റെ കയ്യിലും കൊടുത്തു. പിന്നെ ഒരു വലിയൊരു വട്ടയുണ്ടായിരുന്നു, അതിൽ ഞാൻ കുത്തി നിറച്ചിട്ട് തലയിലേറ്റി. വിജയേട്ടൻ തലയിൽ പിടിച്ചു തന്നു കേട്ടോ. എന്നിട്ട് ഞാനിതാ വീട്ടിലെത്തിയിട്ട് അവിടെ കാടക്കോഴി ഉണ്ടായിരുന്നു, അത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പണിയും കൂടി ഉണ്ട് വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു നീ വെക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അമ്മേനെ വെക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ വീട്ടിലൊക്കെ എത്താറായിട്ടുണ്ട്. 8:15 ആവാറായിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. കാരണം കുറേ തിരുമ്പുണ്ടാവുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്. എൻ്റെ വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പണിയും കൂടി ആലോചിക്കുമ്പോൾ
ഒരു മടി തോന്നുകയാണ്. ഞാൻ കല്യാണത്തിനൊക്കെ പോയിട്ട് എന്താ ചിക്കനും ബിരിയാണി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനൊക്കെ കഴിച്ചതല്ല, അവർക്കും കൂടിയും കഴിക്കാൻ അച്ഛനും വിജയേട്ടനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന് പോയിട്ടൊന്നും. അപ്പോൾ വേഗം വെച്ച് കൊടുക്കുക വിചാരിച്ചു. വിജയേട്ടൻ തന്നെ ഒക്കെ നന്നാക്കിയിട്ടൊക്കെ തന്നത് ചെറിയ കാടക്കോഴി കുഞ്ഞീതാണ്. അപ്പോൾ അതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ തിരുമ്പിയിട്ട് അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു എണ്ണയിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വറുക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മോൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴേക്കും വേഗം സബോള, ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ വേഗം പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് വേഗം അവിടെ പോയിട്ടിരുന്നു. അപ്പോഴേക്കും മോന് അകത്ത് ചിക്കൻ 4 ഉണ്ടായിരുന്നത്. ആ 4 അവൻ എടുത്ത് വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവൻ വറുക്കാതിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് വേഗം പണി കഴിയില്ല. മറ്റേ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആകുമ്പോൾ നമുക്ക് ക്ഷീണിച്ചിരിക്കുമ്പോൾ വയ്ക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒരേപോലെ ആവില്ലല്ലോ. അങ്ങനെ ഞാൻ പുറത്ത് ഇങ്ങനെ സബോള ഒക്കെ വാട്ടി ഇങ്ങനെ നല്ല മസാല ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മസാല നല്ലോണം കട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടായപ്പോൾ മോൻ ചിക്കനൊക്കെ വറുത്തിട്ട് എൻ്റെ അടുത്ത് തന്നു. അത് ഞാൻ അതിലിട്ടുണ്ട്. ഇനി അതിലിട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി മറിക്കുക, അത്ര തന്നെ ഉള്ളൂ പണി. അപ്പം ഇനി അതിൽ നല്ല മസാല ഒക്കെ പിടിച്ച് കഴിഞ്ഞു. അങ്ങനെ 4 ആൾക്കും ഓരോ കാടക്കോഴിയാണ് കേട്ടോ. അപ്പം ഞാൻ ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഉപ്പുണ്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട്. കുറച്ച് ഇനി എഡിറ്റ് ചെയ്യാനുണ്ട് തോന്നുന്നു കേട്ടോ. കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇനിയുണ്ട്. സാരില്ല, അങ്ങനെ വിട്ടതാണ് ഞാൻ. കഴിച്ചപ്പോൾ സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വേറൊരു മോഡൽ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മസാല ഒക്കെ പിടിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബായ്. നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതെന്താ കഴിയണില്ലല്ലോ കൂട്ടുകാരെ.